ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനും കമ്പനി ബോർഡ് LGSനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനും LGSനൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ചെയ്യാൻ പോകുന്നത്. അത് പോരാതെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും മറ്റ് നോട്ട്സും നമ്മുടെ എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ നോട്ട്സും നമ്മൊരു റീഡിംഗ് സെക്ഷൻ പോലെയാണ് കേട്ടോ ആരംഭിക്കുന്നത്. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോ കുക്ക് ചെയ്യുന്നവർ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ PDFs ഒക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റീഡിംഗ് സെക്ഷനും പിന്നെ നമുക്കെല്ലാം പഠിക്കാൻ ഒരു കമ്പൈൻ സ്റ്റഡിയും പോലെ ആയിട്ടാണ് കേട്ടോ ഇത് ആരംഭിക്കുന്നത്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവം എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോഴത്തെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതേപോലെ 10th ലെവൽ എക്സാമുകളായിട്ടുള്ള LDCക്കൊക്കെ ചോദിക്കാറുണ്ട്. LGSന് ഈ ടോപ്പിക് ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്താണെന്ന് നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. മറ്റു വിപ്ലവങ്ങൾക്ക് പ്രേരണയായ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം സംഭാവന ചെയ്ത വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നത് പ്രദേശമല്ല, ആ രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥ, അപ്പോൾ യൂറോപ്പിൽ നിലനിന്നിരുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയാണ്. അത് അവസാനിക്കാനും സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങളിലേക്ക് പോകാനും മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്കും കാരണമായ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. സ്വേച്ഛാധിപത്യ രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ 1789 ഫ്രാൻസിൽ നടന്ന വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1789 7, 8, 9 അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നൂറ്റാണ്ടുകളായി ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ സമ്പ്രദായത്തിനും ഇതോടെ വിരാമമായി. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിനും ഫ്രഞ്ച് വിപ്ലവം എതിരായിരുന്നു. ഭരണം, നീതിന്യായം, സൈന്യം തുടങ്ങി പൊതുജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അസമത്വം പ്രകടമായിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരികൾ ഏകാധിപതികളും ധൂർത്തന്മാരുമായിരുന്നു. ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി രാജാക്കന്മാരുടെ വംശം ബൂർബൻ വംശം. ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി രാജാക്കന്മാരാണ്. അവരുടെ വംശം അറിയപ്പെട്ടിരുന്ന പേര് ബൂർബൻ വംശം. ബൂർബൻ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പ്രസ്താവനകൾ വരുന്നുണ്ട്. അതെന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനെറ്റ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് രാജാവ് ലൂയി 16. എസ്റ്റേറ്റുകൾ, അതായത് ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തരംതിരിച്ചിരുന്നു. ഈ തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. ഫ്രഞ്ച് സമൂഹം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ വന്നിരുന്നത് പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം. കർഷകർ, കഴുത്തൊഴിലുകാരും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരായിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ധാരാളം ഭൂപ്രദേശം അവർ കൈവശം വച്ചു. കർഷകരിൽ നിന്നും തിദൈ എന്ന പേരിലുള്ള നികുതി പിരിച്ചെടുത്തു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു പുരോഹിതന്മാര്. പിന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റ് പറയുന്നത് പ്രഭുക്കന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്നും പലതരം നികുതികൾ ഇവർ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വച്ചു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം. കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഭരണത്തിൽ ഒരവകാശവും ഇവർക്കില്ലായിരുന്നു. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവിയാണ് ഇവർക്ക് കിട്ടിയിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവർ നികുതി നൽകണം. ഉയർന്ന പദവിയിലുള്ള പുരോഹിതന്മാർ ധൂർത്തും ഉല്ലാസവും നിറഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരായ പുരോഹിതന്മാരുടെ സ്ഥിതി ഇതിൽ നിന്നും തികച്ചും ഭിന്നമായിരുന്നു. ദാരിദ്ര്യം മൂലം കഷ്ടപ്പെട്ട അവർ 1ഉം 2ഉം എസ്റ്റേറ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിനോടൊപ്പം ചേർന്നു. പ്രഭുക്കന്മാർ പൊരുതും.
പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്നത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വത്തെ വെളിവാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഇനി നികുതികൾ ഏതൊക്കെയാണെന്ന് പറയാം. പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന നികുതികൾ: ബെനാലിറ്റീസ്, റൊട്ടിക്ക് മേൽ ഉണ്ടായിരുന്ന നികുതിയാണ് ബെനാലിറ്റീസ്. ബെനാവിൻ, മദ്യത്തിന് നൽകിയിരുന്ന നികുതിയാണ്. പയാജസ്, റോഡിനും പാലത്തിനും ജനങ്ങൾ ഗവൺമെന്റിനും പ്രഭുക്കന്മാർക്കും നൽകിയിരുന്ന നികുതിയാണിത്. റോഡിനും പാലത്തിനും ജനങ്ങൾ ഗവൺമെന്റിനും അതേപോലെ പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന നികുതിയാണ് പൈജാസ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സജക്ഷൻ ചെയ്യണേ റീഡ് ചെയ്യുന്നതിൽ. പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതികൾ: തിദൈ, രാജ്യത്തെ കന്നുകാലികളുടെയും ധാന്യത്തിന്റെയും മേൽ പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതിയാണ് തിദൈ എന്ന് പറയുന്നത്. ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൈലെ, അതായത് ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതിയാണ് തൈലെ. ഗബല്ലെ, ഉപ്പിന് നൽകിയിരുന്ന നികുതിയാണ് ഗബല്ലെ. പിന്നെ ഫ്രാൻസിലെ മധ്യവർഗം: വാണിജ്യം, വ്യവസായം, പണമിടപാട് എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിൽ നഗരങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ഇവിടെ വ്യാപാരികളും ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും അടങ്ങുന്ന ധനികരും വിദ്യാസമ്പന്നരുമായ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. നഗരവാസി എന്നർത്ഥമുള്ള ബൂർഷ്വാസി എന്നറിയപ്പെട്ട ഈ വിഭാഗം ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളിൽ അസംതൃപ്തരായിരുന്നു. ഭരണഘടനാനുസൃതമായി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഈ വിഭാഗം ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിച്ചു. ബൂർഷ്വാസി: ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ്വ എന്ന പദത്തിൽ നിന്നാണ് ബൂർഷ്വാസി എന്ന പദം രൂപം കൊണ്ടത്. ഭൂവുടമകളും അടിയാന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായി തിരിഞ്ഞിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഉയർന്നു വന്നു. ഈ മധ്യവർഗത്തെയാണ് ബൂർഷ്വ എന്ന് വിളിച്ചിരുന്നത്. 1-2 എസ്റ്റേറ്റുകളെ പേറുന്ന മൂന്നാം എസ്റ്റേറ്റിലെ സാധാരണക്കാരനെ സൂചിപ്പിക്കുന്ന ചിത്രം. സ്റ്റേറ്റ് ജനറൽ: ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണത്തോടെ ഫ്രാൻസ് വൻ സാമ്പത്തിക തകർച്ച നേരിടാൻ തുടങ്ങി. സാമ്പത്തിക തകർച്ച നേരിടുന്നതിന്റെ ഭാഗമായി ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥനായ ട്യൂഡർ അനേകം പദ്ധതികൾ നടപ്പിലാക്കില്ലെങ്കിലും മേരി അന്റോയിനറ്റിന്റെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും പകരം നെക്കർ എന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുകയും ചെയ്തു. നെക്കർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ പ്രഭുക്കന്മാരുടെ എതിർപ്പിനിടയാക്കി. നെക്കർ പുറത്താക്കപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇത് മറികടക്കാനായി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789. 1614 ഇതിനു മുമ്പ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് രണ്ടാമത് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം 3. സ്റ്റേറ്റ് ജനറൽ അംഗസംഖ്യ എത്രയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ് 285 പേരുണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ് 308 പേരുണ്ട്, മൂന്നാമത്തെ സ്റ്റേറ്റ് 621 പേരുണ്ട്. അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ച എസ്റ്റേറ്റുകളാണ് ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ. കാരണം അവർ അംഗസംഖ്യ കുറവാണല്ലോ. അപ്പോൾ 3 എസ്റ്റേറ്റുകളും ഒന്നിച്ച് സമ്മേളിച്ചെങ്കിലും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ഉപരിസഭകൾ സംയുക്തമായി തങ്ങളെ പരാജയപ്പെടുത്തും എന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റായ കോമൺസിലെ പ്രതിനിധികൾ ബോധ്യപ്പെട്ടു. തുടർന്ന് 3 എസ്റ്റേറ്റുകളും ഒന്നിച്ചു ചേരണമെന്നും ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നതിന് പകരം ഒരാൾക്കൊരു വോട്ട് എന്ന തത്വത്തിൽ സഭാ നടപടികൾ നടത്തണമെന്നും കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യത്തെ മറ്റ് 2 എസ്റ്റേറ്റുകൾ എതിർത്തു. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റ്. ടെന്നീസ് കോട്ട് പ്രതിജ്ഞ: ദേശീയ അസംബ്ലി എന്ന് സ്വയം നാമകരണം ചെയ്ത മൂന്നാമത്തെ എസ്റ്റേറ്റ് 1789 ജൂൺ 20 എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാനുള്ള ഹാളിലേക്ക് വന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് വരെ തിരികെ പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബാസ്റ്റിൽ ജയിലിന്റെ പതനം: ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ബാസ്റ്റിൽ ജയിൽ. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ജയിൽ ബാസ്റ്റിൽ ജയിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിൽ ബാസ്റ്റിൽ ജയിൽ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അത് ഏത് വിപ്ലവത്തിൽ വരുന്നതാണെന്ന്
മുന്നേ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, അങ്ങനെ പല വിപ്ലവങ്ങൾ തരും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ബാസ്റ്റൽ ജയിൽ തകർത്ത വർഷം 1789 ജൂലൈ 14. ഫ്രാൻസ് ദേശീയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 14. അതായത് ഈ ബാസ്റ്റൽ ജയിൽ തകർത്ത വർഷമാണ് ഫ്രാൻസ് ഒരു ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്, ജൂലൈ 14. ബാസ്റ്റൽ ജയിൽ ആക്രമണത്തിന് ശേഷം ദേശീയ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് സ്വയം നാമകരണം ചെയ്തുകൊണ്ട് ഫ്രാൻസിൽ ഒരു ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ഈ ഭരണഘടനയുടെ ആമുഖം ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളുടെ പ്രതിഫലനമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന പ്രമാണത്തിൽ നിന്നായിരുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പ്രധാന കാതലായി മാറിയത് റൂസോയുടെ കൃതി അതേതാണ്? സാമൂഹ്യ ഉടമ്പടി. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം 1789 ആഗസ്റ്റ് 12. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം 1789 ഒക്ടോബർ. ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ. അപ്പോൾ ഈ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷമാണ് 1789 ഒക്ടോബർ. അപ്പോൾ ആ ടൈമിൽ അവിടെ മേരി ആന്റോയിനറ്റ് അതിന് പറയുന്നൊരു ഇതാണ്, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നുള്ള ആ പ്രസ്താവന പറയുന്നത്. ഓക്കെ. ദേശീയ അസംബ്ലിയുടെ പരിഷ്കാരങ്ങൾ. ദേശീയ അസംബ്ലി ഫ്രാൻസിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ. ഫ്രാൻസിൽ ആകമാനം ഏകരൂപമായ ഒരു ഭരണവ്യവസ്ഥ ഏർപ്പെടുത്തി. ക്രൈസ്തവ സഭ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലായി. സഭയുടെ ഭൂസ്വത്ത് ദേശസൽക്കരിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ നികുതി ചുമത്തി. പ്രഭുക്കന്മാരുടെ പ്രത്യേക അവകാശങ്ങൾ നിർത്തലാക്കി. ഫ്യൂഡലിസം നിർമ്മാർജ്ജനം ചെയ്തു. ഭരണഘടന വിധേയമായ രാജവാഴ്ച നിലവിൽ വന്നു. നിയമനിർമ്മാണ സഭയുടെ രൂപീകരണം. പുതിയ ഭരണഘടന പ്രകാരം ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായി. ഈ നിർമ്മാണ സഭയിലെ പ്രധാന കക്ഷികളായിരുന്നത് ജാക്കോബിനുകളും, അതായത് വിപ്ലവകരമായ ആശയങ്ങളുടെ വക്താക്കളാണ് ജാക്കോബിനുകൾ. പിന്നെ ജിറോണ്ടിസ്റ്റുകളും, അതായത് മിതവാദികളാണ് ജിറോണ്ടിസ്റ്റുകൾ. അപ്പൊ ജാക്കോബിനുകൾ താല്പര്യം പ്രകടിപ്പിച്ചത് ഭരണഘടനാ വിധേയമായ രാജവാഴ്ചയ്ക്കു പകരം റിപ്പബ്ലിക്കൻ ഭരണ രീതിയാണ്. പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം 1792 സെപ്റ്റംബർ ആണ്. രാജവാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. തുടർന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജാക്കോബിനുകളുടെ നേതൃത്വത്തിൽ ലൂയി 16 പത്നിയായ മേരി ആന്റോയിനറ്റിനെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഭീകരവാഴ്ച. ലൂയി 16 വധത്തെ തുടർന്ന് പല അയൽ രാജ്യങ്ങളും ഫ്രാൻസിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഫ്രാൻസിൽ പലയിടത്തും ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതേ തുടർന്ന് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1793 ജൂലൈയിലാണ്. പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയതോ റോബസ്പിയർ. മിറാബോ, ഡാൻഡൻ എന്നിവർ ഈ സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചു വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. രോക്ഷാകുലരായ ജനങ്ങൾ ഒടുവിൽ റോബസ്പിയറെ ഗില്ലറ്റിനിരയാക്കി. ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടിരുന്നത് ഭീകരവാഴ്ച എന്നാണ്. അത് 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ, അതായത് ഒരു വർഷം കറക്റ്റ് നീണ്ടു നിന്നു. ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ഭീകരവാഴ്ചയ്ക്ക് ശേഷം അവസാനിച്ചതിനെ തുടർന്നുണ്ടായ വിദേശ ആക്രമണങ്ങളെ ഫ്രഞ്ച് സൈന്യം പരാജയപ്പെടുത്തി. ദേശീയ കൺവെൻഷൻ പുതിയൊരു ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഈ ഭരണഘടന പ്രകാരം ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിൽ വന്നു. ഇതിന്റെ കാര്യനിർവഹണാധികാരം 5 ഡയറക്ടർമാർ അടങ്ങുന്ന ഡയറക്ടറി എന്ന സമിതിക്കായിരുന്നു. എന്നാൽ പരിമിതമായ അധികാരങ്ങൾ മാത്രമുണ്ടായിരുന്ന ഡയറക്ടറിക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പാർട്ട് 1 ആയിട്ടുള്ളൂ. ഇനിയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കേൾക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീണ്ടും ഓരോ സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് കേട്ടോ. അതായത് LGSനും ഡിഗ്രി ലെവൽ എക്സാംസിനും ഉള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ ക്ലാസ്സിലായിട്ട് എടുക്കുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിൻ്റെ അനാലിസിസ്,
കറണ്ടിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലും ഈ വീഡിയോവും ആദ്യമായി കാണുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്